ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ ഡ്രൈവിംഗ് പഠിക്കുന്നവരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത ബിഗിനേഴ്സും മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അതായത് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണ് സ്റ്റിയറിംഗ് കൺട്രോള് എത്ര പരിശ്രമിച്ചിട്ടും സ്റ്റഡി ആകുന്നില്ല, അതിൻ്റെ ഒരു ഐഡിയ മൈൻഡിലേക്ക് വരുന്നില്ല. എന്നാൽ നിങ്ങൾക്കിത് സൈക്കോളജിക്കലായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. സാധാരണ ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്ന സമയത്ത് എക്സ്പേർട്ട് ഡ്രൈവർമാർ അറിയാതെ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചെറിയ ട്രിക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എവിടെയും കൃത്യമായിട്ട് എത്ര വേഗത്തിൽ വാഹനം പോയാലും പതിയെ പോയാലും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിടുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈമിങ്ങിൽ ലഭിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഒരുപാട് വീഡിയോയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്തുള്ള കൈയുടെ ആ ഒരു മൂവ്മെൻറ്റ്സ് എങ്ങനെ ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങളത് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൈകൾ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പരമാവധി യൂസ് ചെയ്യുക. നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ഗിയർ ലിവറിലേക്ക് കൈ വരാൻ പാടുള്ളൂ. ഇത് പറയുന്നത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാത്ത ഒരാൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ ലഭിക്കാനാണ്. നമ്മൾ സിംഗിൾ ഹാൻഡിലേക്കൊക്കെ വരുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് രണ്ട് കൈകളിൽ ഒരുവിധം ബാലൻസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ സിംഗിൾ ഹാൻഡ് സ്റ്റിയറിംഗ് കൺട്രോളിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു 9-3 പൊസിഷനിൽ ഡ്രൈവ് ചെയ്യുക. 9-3 പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് സ്റ്റിയറിംഗിൽ ഈ ഒരു ഭാഗത്ത് 9ഉം ഈ ഒരു ഭാഗത്ത് 3ഉം വരുന്ന ഈ ഒരു പൊസിഷൻ, അതായത് ഒരു ക്ലോക്കിൻ്റെ മെത്തേഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനാണ് 9-3. ഈ പൊസിഷനിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്ന സമയത്ത് ഇത് ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കാം. റൈറ്റ് സൈഡിലേക്കാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നതാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ബ്രേക്ക്, ക്ലച്ച്, ആക്സിലറേഷൻ്റെ കൺട്രോളിന് ആനുപാതികമായിട്ടും ഒപ്പം നമ്മളുടെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആനുപാതികമായിട്ടുള്ള സ്പീഡിനും അനുസരിച്ച് വേണം നമ്മളിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ അത് എന്താണ് ആ ട്രിക്ക് എന്ന് നിങ്ങളെ കാണിക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു. നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ വണ്ടി എടുക്കുകയാണ്. ഓക്കെ, വണ്ടി എടുത്തു. വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇതേ ക്ലച്ച് എന്ന് അയച്ച് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തു പോവാണ്. ഇപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഓക്കെ, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, ഇപ്പം 3ാമത്തെ ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പം 4ാമത്തെ ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. വളരെ വേഗത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, വണ്ടി അത്യാവശ്യം നല്ലൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു. ചെറിയൊരു ഹമ്പ്, കുഴി പോലെ റോഡ് വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഈ സമയത്ത് ഞാൻ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്നതും ഒപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതും വളരെ വേഗത്തിലാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു വാഹനത്തെ പതുക്കെ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഓടിച്ചെങ്കിൽ മാത്രമേ സ്റ്റിയറിംഗ് കൺട്രോൾ നന്നായിട്ട് കിട്ടത്തുള്ളൂ. കാരണം എന്താണ്, പതുക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഇതുപോലെ തിരിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ പോകുന്നു, കൈ ഞാൻ ഇവിടെ പിടിച്ചേക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, പതിയെ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കറക്റ്റ് ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോകുന്നു. ഒരു വളവാണ്. ഈ വളവൊന്ന് തിരിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു,
വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. വളവ് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നു. വന്നാലുടൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുന്നു. സ്പീഡ് കുറച്ചായതുകൊണ്ട് ഇത് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം. സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം. കാരണം എന്താണ്, സ്പീഡ് കുറയുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഒരു കൈ കൊണ്ട് ചെയ്യേണ്ട സാഹചര്യം, അതായത് അടുത്തൊരു ഗിയറിലേക്ക് ഇടാനായിട്ട് നമ്മുടെ കൈ വരുമ്പോൾ നമ്മൾ പതുക്കെ ആയിട്ടാണ് വാഹനം പോകുന്നതെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ പരമാവധി ലഭിക്കും. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ആ സ്റ്റിയറിംഗിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ അതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് ആണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ് വാഹനമായിട്ട് പോകുന്നത്. സെക്കൻഡിൽ പോകുന്ന സമയത്ത് ഞാൻ ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, അതായത് ചവിട്ടി അങ്ങ് പിടിക്കുന്നില്ല. ലൈറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ റോഡ് മനസ്സിലാക്കി ചെറുതായിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നാലും എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ്സ് നൽകി ഒരു 30 കിലോമീറ്ററിനോട് അടുത്തുള്ളൊരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് പതിയാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത്. അപ്പം നമുക്ക് തേർഡ് ഗിയറിലും വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ് പോകുന്നത്. അപ്പം ബ്രേക്കേ വന്ന് ഞാൻ വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യുമ്പോൾ പതിയെ പോകുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തെ ഗിയറിൽ പോകുന്ന സാഹചര്യത്തിലും എനിക്കിത് ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോകുന്നു, ഇവിടെ ഒരു വളവ് വന്നു, ബ്രേക്കേ കാല് വരുന്നു, ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, പതിയെ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നുണ്ട്. കണ്ടോ, ഗിയർ ഡൗൺ ചെയ്ത സമയത്ത് അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുത്തു, പതിയെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കുന്നുണ്ട്. വീണ്ടും വണ്ടിക്ക് ഞാനൊരു മൂവ്മെൻറ്റ്സ് നൽകി ഇത് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, തേർഡിലേക്ക് ഇടുന്നു, അതെ വണ്ടി പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഗിയർ ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഫസ്റ്റ് ഗിയറിൽ ഒരു 10 കിലോമീറ്ററിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് ഒരു നിരപ്പ് റോഡിൽ അല്ലെങ്കിൽ ചെറിയൊരു കയറ്റമാണെങ്കിൽ പോലും 10ൽ നിന്ന് 20 കിലോമീറ്ററിലേക്ക് എത്തി, അത് 30ലേക്ക് പോകാതിരിക്കും. 30ലേക്ക് പോകുമ്പോൾ സ്പീഡ് കൂടും. ഇപ്പം ഞാനൊരു 20 കിലോമീറ്റർ സെക്കൻഡിൽ ഇങ്ങനെ പതിയെ പോവാണ്. ഇനി ഞാൻ തേർഡ് കൊടുക്കുന്നത് എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കണം, ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വേഗത വരുന്ന റോഡ് വരുമ്പോൾ തേർഡ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കും. ഇപ്പോൾ ഇത് 20 കിലോമീറ്ററിൽ നിന്ന് ഒരു 30 കിലോമീറ്ററിലേക്ക് എത്തി, ഇത്ര സ്പീഡേ ഉള്ളൂ. തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ആ 30 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തേർഡിൽ പോവുക. ഇനി ഫോർത്ത് ഇടേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നല്ല സ്ട്രെയിറ്റ് റോഡ് ആകുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഫോർത്ത് ഇടുന്ന സാഹചര്യത്തിൽ 30നെ 40 കിലോമീറ്റർ വേഗതയിൽ എത്തിക്കുക, അത് 50ലേക്ക് പോകാതിരിക്കുക. അപ്പം നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. അത് നമുക്ക് ആക്സിലറേഷനിൽ ഒരു ബാലൻസ് നമുക്ക് അവിടെ ലഭിക്കും. നമ്മൾ അതിനുള്ളൊരു ആക്സിലറേഷനെ കൊടുക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഇപ്പം ഞാനിത് ഇവിടെ തേർഡ് ഗിയറിൽ ഒരു 30 കിലോമീറ്റർ വേഗതയിൽ ഇതേ ചെറിയൊരു വളവ് തിരിഞ്ഞു പോകുന്നു, ഒരുപാട് സ്പീഡിലൊന്നും അല്ല. തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു, വളവ് ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, റോഡ് സ്ട്രെയിറ്റ് ആകുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി. അപ്പോൾ ഞാൻ 30ൽ നിന്ന് 40ലേക്ക് ആക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടിയുണ്ട്, വണ്ടി വന്നപ്പോൾ ഞാൻ സ്പീഡ് കുറച്ച് വീണ്ടും 30 കിലോമീറ്റർ ആക്സിലറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് എന്ത് ചെയ്യുന്നു, 40 കിലോമീറ്റർ വേഗതയായപ്പോൾ കറക്റ്റ് മീറ്റർ കൺസോളിൽ 40 കിലോമീറ്റർ വേഗതയായപ്പോൾ ഫോർത്തിലേക്ക് ഇടുന്നു. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു 40 കിലോമീറ്റർ വേഗത ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ ലഭിക്കും. അപകടം ഒഴിവാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നല്ല ബാലൻസ് ആണ് നമുക്ക് ഡ്രൈവിംഗിൽ ലഭിക്കുന്നത്. അപ്പോൾ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 40ൽ നിന്ന് 30 കിലോമീറ്ററിലേക്ക് എത്തുമ്പോൾ തേർഡ് ഗിയറിലേക്ക് ഇടുക, എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നന്നായിട്ട് ലഭിക്കും. ഇപ്പോൾ ഞാൻ പതിയെ ആക്സിലറേഷനാണ് കൊടുക്കുന്നത്. അപ്പം ഒരു കയറ്റം വന്നപ്പോൾ ഞാൻ അഡ്വാൻസ് തേർഡിലേക്ക് ഇട്ടു, വീണ്ടും നിരപ്പ് റോഡ് വരുമ്പോൾ ഒരു 40 കിലോമീറ്ററിൽ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒറ്റ കൈ കൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ പോകുന്ന ഒരു 30 കിലോമീറ്റർ വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിത് വളരെ സുഖകരമായിട്ട് ഒരു കൈ കൊണ്ട് എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം. പക്ഷേങ്കിൽ ഇവിടെ സ്പീഡ് കൂടിയാലോ, ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് കൂട്ടുമ്പോൾ നിങ്ങൾ നോക്കുക, കണ്ടോ, സ്റ്റിയറിംഗ് നമുക്ക് വളരെ വേഗത്തിൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്നു, കണ്ടോ. അപ്പം അതിന് നിങ്ങൾ പരമാവധി സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മെത്തേഡ്, സാധാരണ ഡ്രൈവർമാർ ചെയ്യുന്ന ഒരു മെത്തേഡ്, അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ട്രിക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഒട്ടുമിക്ക വീഡിയോകളും ചെയ്തിട്ടതാണ്. അതുകൊണ്ടാണ് ചില
കമൻസിന് നമ്മൾ റിപ്ലൈ കൊടുക്കാത്തത്, അതായത് ഈ വീഡിയോ ചെയ്യാമോ, അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ പഴയ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്നാലും ഞാൻ ആ വീഡിയോകളൊക്കെ പുതിയ അറിവുകൾ ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ട്രിക്കുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോകളായിട്ട് ചെയ്തിടുന്നതാണ്. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.